ചരിത്ര പെരുമയേറുന്ന ശാർക്കര ദേവീക്ഷേത്രത്തിലെ മഹാകാളിയൂട്ട് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. 9 ദിവസം നീളുന്ന ക്ഷേത്രാചാര വിധികളാൽ സമ്പന്നമായിട്ടുള്ള കാളിയൂട്ട് ചടങ്ങുകൾ നേരിൽ കണ്ട് സായുജ്യമടയുവാൻ ഒട്ടേറെ ഭക്തരാവും ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രസന്നിധിയിലെത്തുന്നത്. രാവിലെ ക്ഷേത്ര ഭണ്ഡാരപ്പിള്ള സ്ഥാനീയൻ ശാർക്കര ഐക്യരവിളാകം കുടുംബാംഗം ജി ജയകുമാർ താളിയോലയിൽ നീട്ടെഴുതി പൊന്നറ കുടുംബാംഗം ഉണ്ണികൃഷ്ണന് കൈമാറിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്ര മേൽശാന്തി ഇടവ വെൺകുളം കൃഷ്ണരാജ മഠത്തിൽ ഗോപാലകൃഷ്ണ റാവു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് രണ്ടാമത്തെ നീട്ട് മാരാർക്ക് നൽകി. ഇളമ്പ പെരുങ്കുടി ഇപ്പർപേട്ട വാത്തിമാരും കണ്ടന്നാൽ മഴവരി ശിക്കാമണി നല്ലൂരാന ചിറയങ്കിൽ ശാർക്കര കോവിലകത്ത് 1120 കുംഭമാസം 8-ാം തീയതി വ്യാഴാഴ്ച നന്ദി വഴങ്ങി കാളിയൂട്ട് നടത്തുമാറ് കൽപ്പിച്ച മക്ക് നിങ്ങളുടെ കൈക്കുറയും മെയ്ക്കുറയും തീർന്നു വന്നുകൊള്ളുമാറ് സമ്മതിച്ച് ഇക്കുറി എഴുതി നൽകിയ ശ്രീ ഭണ്ഡാരപ്പിള്ള ജി ജയകുമാർ. ചേരി ഇപ്പേർപേട്ട മാരായന്മാരും കണ്ടന്നാൽ മഴവരി ശിഖാമണി നല്ലൂരാന ചിറയങ്കിൽ ശാർക്കര കോവിലകത്ത് 1200 കുംഭമാസം 8-ാം തീയതി വ്യാഴാഴ്ച അന്തി വഴങ്ങി കാളിയൂട്ട് നടത്തുമാറ് നിങ്ങളുടെ മെയ്ക്കുറയും കൈക്കുറയും തീർന്നു വന്നുകൊള്ളുമാറ് സമ്മതിച്ച് ഇക്കുറി എഴുതി നൽകിയ ശ്രീ ഭണ്ഡാരപ്പിള്ള ജി ജയകുമാർ. കൊല്ലവർഷം 923 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം യുദ്ധം നടത്താൻ തീരുമാനിക്കുകയും കായംകുളം നാട്ടുരാജ്യം പിടിച്ചടക്കാൻ തീരുമാനിക്കുകയും അതിൻ പ്രകാരം കായംകുളം എന്ന നാട്ടുരാജ്യം യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ തിരുമനസ് ശാർക്കര ദേവിക്ക് ഒരു കലോപഹാരം അർപ്പിച്ചേക്കാമെന്ന് ഇവിടെ വന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ പ്രകാരം കായംകുളം യുദ്ധം അദ്ദേഹം ജയിക്കുകയും വടക്കൻ മലബാറിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന കാളിനാടകം എന്ന ഒരു കലാരൂപത്തെ പരിഷ്കരിച്ച് കാളിയൂട്ടാക്കി ശാർക്കര ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു. കൊല്ലവർഷം 923 തുടങ്ങി വെച്ച കാളിയൂട്ട് ഇപ്പോഴും, അതായത് കൊല്ലവർഷം ഇപ്പോൾ 1200 273 വർഷത്തിൽ പരമായിട്ടും പഴയ മാന്ത്രിക താന്ത്രിക വിധി പ്രകാരം ഇപ്പോഴും നടത്തി വരുന്നു. ഈ വർഷം കുംഭമാസം 8 ഇന്ന് വ്യാഴാഴ്ച കുറികുറിപ്പോടുകൂടി തുടങ്ങിയ കാളിയൂട്ട് ചടങ്ങുകൾ കുംഭമാസം 16-ാം തീയതി, അതായത് കുംഭത്തിന് 3ാമത്തെ വെള്ളിയാഴ്ചയായ കുംഭമാസം 16 ഫെബ്രുവരി 28-ന് സമാപിക്കുന്നതാണ്. ദിവസവും രാത്രി അത്താഴ ശീവേലി കഴിഞ്ഞ് ശ്രീകോവിലിന് തെക്ക് വശത്തുള്ള ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുക. 21 ദിവസത്തെ കഠിനവ്രതം അനുഷ്ഠിച്ച 151 പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് രാത്രിയിൽ വെള്ളാട്ടം കളി അരങ്ങേറി. പുരാതന വാദ്യോപകരണങ്ങളായ ചേങ്ങിലയുടെയും കരടികയുടെയും താളലയത്തിൽ ദേവീസ്തുതികളുമായി 8-അംഗ സംഘം താളത്തിൽ ചുവടുവച്ച് നൃത്തം ചെയ്യുന്നതാണ് വെള്ളാട്ടം കളി. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന്റെ വിജയാഘോഷത്തിന്റെ സ്മരണയ്ക്കായാണ് ശാർക്കരയിലെ കാളിയൂട്ടെന്നതാണ് ഐതിഹ്യം. ഭരത് ഭൂഷൺ, ചിറയൻകീഴ്.